അല്ല, നീ ഇതെവിടാണ് ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്? എവിടെ പോന്നു? ഓ, ഞാൻ നമ്മുടെ നെജിയുടെ വീട്ടിൽ ആ കല്യാണത്തിനൊന്ന് പോയതാ. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയാനൊന്നും പറ്റിയില്ല. നീ വരുന്ന? അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് അറിയാനുള്ളതാ. വരുവാന്നേ നമുക്കിപ്പോൾ പോയിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ അറിഞ്ഞിട്ട് വരാം. ആ, ഞാനും വരുന്നുണ്ട്. അന്ന് ആ ചെറുക്കൻ്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. അന്നായിരുന്നു ഇവിടുത്തെ ഇക്കാടെ പെങ്ങടെ മോടെ വളയടിച്ചിനായിരുന്നല്ലോ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. കുറേ പേർക്കൊക്കെ ആ കല്യാണത്തെ പറ്റി ഭയങ്കര കുറ്റം പറച്ചിലാണല്ലോ. അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ദുഃഖം വരുമ്പോഴേക്കല്ലേ നമുക്കൊക്കെ ഒരു ഇത് വരുന്നതേ. എന്തായാലും അവിടുത്തെ നേരിട്ട് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അറിയണം. ഞാനും വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരാകുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെതഞ്ഞറിയാവല്ലോ. ഓർക്കുമ്പോൾ തന്നെ ചിരി വരുക. ശരിയാ, അവിടുത്തെ കഥകൾ കുറച്ച് അറിയാനുള്ളതൊക്കെ തന്നെ. അന്ന് പോയപ്പോഴത്തേക്കും അവിടുത്തെ വിശേഷമൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇതാകുമ്പോൾ നേരിട്ട് പോയി നമുക്ക് അറിഞ്ഞിട്ട് വരാം. നേരിട്ട് അറിയുന്നതല്ലേ നല്ലത്. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നീ വാ, നമുക്കൊന്നിച്ച് പോയിച്ചു തരാം. ബാക്കി അവിടെ പോയി ചിരിക്കാം. ആ മോളെ. ആ, എന്താ അമ്മ? അമ്മ പറയാൻ വന്നതേ, മോളെ കാണാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാരൊക്കെ വരും. കാരണം കല്യാണത്തിനൊന്നും അധികം ആൾക്കാർ ആരെയും വിളിച്ചിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരും ഇതേ കുറച്ച് അതിലത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചത്. ഇവിടെ പിന്നെ നാട്ടു നടപ്പാണ്. കല്യാണം കഴിഞ്ഞ് ചെറുക്കന്മാർ കെട്ടിക്കൊണ്ട് പെൺപിള്ളേരെ പിറ്റേന്ന് കാണാൻ പോവുക, വിശേഷം തിരക്കാനും പരിചയപ്പെടാനും ഒക്കെ വരും. അതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. നേരത്തെ കുട്ടിയമ്മ പറഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നല്ലോ ഈ കല്യാണത്തിന്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. അത് മോള് കാര്യമാക്കി എടുക്കരുത്. അതുമ്പോൾ നേരത്തെ കൂട്ടി പറയുക. പറഞ്ഞു തീർന്നില്ല. ഇവിടുത്തെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഉമ്മ വിളിക്കുമ്പോൾ മോള് വന്നാൽ മതി കേട്ടാ. വാ കയറി വാ. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ കൂടെ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. വാ ഇരിക്ക്. അന്ന് നിങ്ങളുടെ മോൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല എനിക്ക്. അന്നായിരുന്നു ഞങ്ങളുടെ മോളെ വളയിടിച്ചിലായിരുന്നു. പോകാതിരിക്കാൻ പറ്റുമോ? നമ്മളല്ലേ അവിടുത്തെ ആൾക്കാർ. അതുകൊണ്ട് നിങ്ങളുടെ മരുമോളെ കാണാനും പറ്റിയില്ല. ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്ന് വിളിക്കും, ഒന്ന് കാണട്ടെ. അതിനെന്താ, നിങ്ങൾ എന്നെ കാണാൻ വന്നേലെന്ന് എനിക്കറിയാം. എൻ്റെ മരുമോളെ കാണാൻ വേണ്ടി വന്നേല്ലേ. വിളിക്കാം. മോളെ നീ വാ. എന്നാലും എൻ്റെ പൊന്നത്ത, നിങ്ങൾക്കിത് എന്ത് പറ്റി? എനിക്കതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ ചെറുക്കന് ഇതിലും നല്ല ബന്ധം കിട്ടാഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ബന്ധത്തിൽ ചെന്ന് ചാടിയത്? ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പം തന്നെ വിഷമം വരിക. ഇതെന്ത് പറ്റി നിങ്ങൾക്കിത്? മോള് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല മോളെ. ഇവിടുത്തെ നാട്ടുകാർ ഓരോന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതേ ഉള്ളൂ. മോളെ ഞങ്ങൾക്ക് ഇഷ്ടമായി. എനിക്ക് ആ കല്യാണത്തിന് വന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. പിന്നീടാണ് അറിയുന്നത് പാവം പിടിച്ച വീട്ടിലെ പെണ്ണാണെന്നും. പിന്നെ എന്തൊക്കെയോ ഓരോരുത്തർ പറയുന്നുണ്ടു. നമ്മുടെ നാട്ടുകാരല്ലേ, കഥകൾ അറിയാതെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞുണ്ടാക്കും. അവർക്ക് സത്യാവസ്ഥ ഒന്നും അറിയുന്നത് വേണ്ട. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. അതിങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഞങ്ങൾ ഇവിടുത്തെ ചെറുക്കൻ്റെ കല്യാണമൊന്നും ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ വിചാരിച്ചതേ. എന്തായാലും മോള് നല്ലൊരു കുടുംബത്തെ വന്ന് പെട്ടത്. അതുകൊണ്ട് ഇത് നല്ലൊരു അമ്മായിമ്മയും കിട്ടി. ചെറുക്കനാണെങ്കിൽ ഒരു ദുശീലമില്ലാത്തൊരു ചെറുക്കനൊക്കെ തന്നെ. ഞങ്ങൾ വെച്ച് നല്ല സ്ത്രീധനമൊക്കെ മേടിച്ച് കിട്ടുമെന്ന് കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം. അന്ന് ഈത്തത്തെ കല്യാണം വിളിക്കാൻ വന്നപ്പോഴൊന്നും അതിനെ പറ്റി പറഞ്ഞുമില്ല. എനിക്ക് ഷോക്കായപ്പോൾ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് വന്ന് പറഞ്ഞതേ ഉള്ളൂ. മോള് വിഷമിക്കൊന്നും വേണ്ട. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അതൊക്കെ അങ്ങ് മറക്കുമെന്ന്. എന്നാലും നിങ്ങളുടെ ചെറുക്കന് എന്താ പറ്റിയത്? അത് തന്നെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സംസാരം മൊത്തം ഇവിടുത്തെ കല്യാണ വിശേഷങ്ങളാണ് പറയുന്നത്. ഈ ചെറുക്കൻ എന്ത് പറ്റി? നല്ല സ്ത്രീധനമൊക്കെ മേടിച്ച് കെട്ടേണ്ട ചെറുക്കനല്ലായിരുന്നു. ഒരു ദാരിദ്ര്യം പിടിച്ചൊരു പെണ്ണിനെയാണ് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഒരു കാശിനും കൊള്ളത്തില്ല. ഇവർക്ക് എന്ത് പറ്റി? ഇനി ആ ചെറുക്കന് വല്ലതും ചതി പറ്റിയതാണോ? എന്തൊക്കെയോ സംസാരങ്ങളാണ്. നമ്മുടെ നാട്ടുകാരെ കുറിച്ച് ഇയാൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. ഇതിപ്പോൾ ഞാനും അവളും പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇതിപ്പോൾ നല്ല കാര്യമല്ലേ നിങ്ങളുടെ ചെറുക്കൻ ചെയ്തിരിക്കുന്നത്? പാവപ്പെട്ടൊരു പെണ്ണിനെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾക്കാണെങ്കിൽ പണത്തിനോ പൊന്നിനോ ഒരു കുറവും നിങ്ങൾക്കില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചത് 101 പവനും കാറും ലക്ഷക്കണക്കിലുള്ള സ്ത്രീധനമൊക്കെ മേടിച്ച് കെട്ടുമോയെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിചാരം.
ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഷോക്കായിപ്പോയി. ഹാ, പറഞ്ഞിട്ടും കാര്യമില്ല, ഓരോരുത്തരുടെ തലയെഴുത്തല്ലേ. അതെ, നിങ്ങളുടെ വിശേഷങ്ങളും സംശയങ്ങളും ഒക്കെ തീർന്നല്ലോ. ഇനി എനിക്കും കൂടെ പറയാനുള്ള നിങ്ങൾ കരുതി കൂട്ടുക. എൻ്റെ മോന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെയാണ് അവൻ കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പൊന്നിനോടോ സ്ത്രീധനം മേടിച്ച് കെട്ടണമെന്നോ ഒരു നിർബന്ധം അവനിക്കുമില്ല, എനിക്കുമില്ല. പടച്ചൻ തമ്പുരാൻ ഞങ്ങൾക്ക് അറിഞ്ഞെല്ലാം തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ആർത്തിയില്ല. അവനൊരു പെണ്ണിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞങ്ങൾ പോയി കണ്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറ്റിയൊരു മരുമോളെ എനിക്ക് കിട്ടി. നമ്മൾ സ്ത്രീധനമൊക്കെ നോക്കി കെട്ടിയിട്ട് എന്തെടുക്കാനാണ്? എനിക്ക് ഇച്ചിരി വയ്യാഴിയായി വരുമ്പം എന്നെ കാണാനും എന്നെ ഒന്ന് നോക്കാനും ഒക്കെ എനിക്ക് പറ്റിയ മരുമോളെ തന്നെ എനിക്ക് കിട്ടിയത്. പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഒരു കാര്യം എനിക്ക് ചെയ്യണ്ട, അത് മനസ്സിലാക്കിയാൽ മതി. നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മളിഷ്ടത്തിനാണ് ജീവിക്കാനായിട്ട്. പിന്നെ എല്ലാവരെയും കൂട്ടി കല്യാണം വിളിക്കാനുള്ളതെന്ന് കാണുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ചിലവല്ലേ, ആ ചിലവിൻ്റെ കാശ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ ചിലവ് ചുരുക്കി ചെയ്തു തന്നെയാണ്. അവർക്കും വലിയ ആഡംബരമായിട്ട് നടത്തണമെന്ന് അവർക്കുമില്ല. അവരുടെ ബന്ധുക്കാരെയും അവരുടെ ചുറ്റുവട്ടത്തെ ആൾക്കാരെ മാത്രമേ വിളിച്ചു. ഞങ്ങളും അതന്നെ വിളിച്ചുള്ളൂ. നമുക്ക് പണവും ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കല്യാണം കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർ ജീവിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും ചെയ്തത്. അതുകൊണ്ട് സന്തോഷമായിട്ട് കല്യാണം നടന്നു. ഇനി ആരെന്തെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു കുഴപ്പവുമില്ല. പിന്നെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും കുറ്റവും കുറവും കേൾക്കാനാണോ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് പൊന്നും വേണ്ട, സ്ത്രീധനം വേണ്ട. എനിക്ക് മനസ്സിലാണെങ്കിൽ ഒരു മരുമോളെ എനിക്ക് എൻ്റെ മോൻ കൊണ്ട് തന്നു, എനിക്കത് മതി. ഒരു കുഴപ്പവും ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾക്കില്ലാത്ത കുഴപ്പം നാട്ടുകാർക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. അപ്പോൾ നിങ്ങളെൻ്റെ മരുമോളെയൊക്കെ പരിചയപ്പെട്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇച്ചിരി അല്പം തിരക്കുണ്ടായിരുന്നു. എൻ്റെ മരുമോളുടെ വീട്ടിലൊക്കെ പോകണമായിരുന്നു. പിന്നെ കുറച്ച് പേരെ കാണാനുണ്ട്, കല്യാണത്തിന് വരാത്തവരുണ്ടേ. ഞങ്ങൾ അധികം ആരും വിളിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സുഖമില്ലാത്തവരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ചെന്ന് എൻ്റെ മരുമോളെ കൊണ്ട് കാണിക്കണം. നിങ്ങളെപ്പോലെയൊക്കെ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളല്ല കേട്ടോ, നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ. അപ്പോൾ പല ചിന്തകളിലാണല്ലോ. എൻ്റെ മോന് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ, എന്തെങ്കിലും ഏടാക്കൂടത്ത് ചെന്ന് വിട്ടോ, അല്ല എൻ്റെ മോനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചിന്തകളൊക്കെ കാണുമല്ലോ. നമുക്കിപ്പോൾ ആരുടെ ചിന്തയൊന്നും മാറ്റിയെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. മറ്റുള്ളവരുടെ ഇതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ശരി, എന്നാൽ ഞങ്ങൾക്ക് ഇച്ചിരി അല്പം ധൃതിയുണ്ട്. ഞങ്ങളും പോവാം. എൻ്റെ ഒരു ജോലി ഒതുങ്ങിയില്ല. നിങ്ങളുടെ മോളെ ഒന്ന് മരുമോളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാനും ചെയ്ത് കരുതിയിരുന്നോ. ഇനിയും കുറേ പേരൊക്കെ മോളെ കാണാനും നിങ്ങളെ പറ്റി ഓരോന്ന് പറയാനൊക്കെ വരും. അവർ പുറമേ പറയുന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഉള്ളിലൊക്കെ നിറച്ചും വിഷങ്ങളാണ്. ഞങ്ങളെന്നാ പോട്ടെ, എൻ്റെ ജോലി ഒതുങ്ങിയിട്ടില്ല. ശരിയെന്നാ, ഞങ്ങൾക്ക് ഇച്ചിരി അല്പം തിരക്കുണ്ട്. പോട്ടെ, ഇനി ഞങ്ങൾ അടുത്ത വിശേഷമൊക്കെ തിരക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങാം. പോവാ. മോൾ ഇത് കേട്ടൊന്ന് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. അവർ മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കാൻ വേണ്ടി നടക്കുന്ന രണ്ടിനങ്ങളാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നത് നോക്കി ഇങ്ങനെ എത്തി നോക്കാൻ നടക്കുക. അവരെ കുത്തി നോവിക്കാൻ കിട്ടുന്ന ആ അവസരങ്ങളൊന്നും അവർ പാഴാക്കില്ല. ഇപ്പോൾ അത് കൂടുതലായിട്ട് അറിയാൻ വന്നത് ഇനി എൻ്റെ മോനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ, എൻ്റെ മോനിക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നം നടന്ന് കല്യാണം നടത്തിയതാണോ എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷയോട് വന്നതാണ്. ഇതെല്ലാവരും ഉള്ളതൊക്കെ തന്നെയാണ് മോനെ. നമ്മൾ സന്തോഷിക്കുന്നത് മറ്റുള്ളവർക്ക് കണ്ണിന് പിടിക്കത്തില്ല. നമ്മുടെ കുറ്റവും കുറവും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കും. ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, പക്ഷെ അവരുടെ കുടുംബത്തെ കാര്യങ്ങളൊന്നും അവർ തിരക്കത്തുമില്ല, അവരോട്ട് പറയാനും പോകുന്നില്ല. എല്ലാവരും ഉള്ളതാണ്. ഒന്നിനൊന്നിന് കണ്ടുകൂടാത്ത കുറേ ആൾക്കാരാണ്. നീ ഇത് കേട്ടൊന്നും മോള് വിഷമിക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയും. ഇനി അവർക്ക് പുതിയ കഥകൾ കിട്ടുമ്പോൾ ഇതങ്ങ് പറിച്ച് നടക്കും. ഇതിപ്പോൾ ഈ കിട്ടിയ വാക്കുകളൊക്കെ കൊണ്ട് ഇനി രണ്ടുപേരും കൂടെ പരന്നിനി എല്ലായിടവും പറഞ്ഞ് നടക്കും. എല്ലാവരും ഇത് കൂടി വന്ന ഒരാഴ്ച വരെ ഉള്ളൂ ഇവിടുത്തെ കല്യാണത്തെ വിശേഷങ്ങളും. ഇനിയിപ്പോൾ ഇച്ചിരി എരും പുളിയും കൂടെ കൂട്ടി ഇവർ പറഞ്ഞ് നടക്കും. ഇനിയിപ്പോൾ അവർക്ക് അടുത്ത വിഷയം കിട്ടുമ്പോൾ ഇതങ്ങ് മറക്കും. ഇതാണ് എല്ലാവരുടെയും സംഭവങ്ങൾ. അതുകൊണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. അവനിപ്പം പോയിട്ട് വരത്തില്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വാ. ചെല്ലേ.
അവരെ പറഞ്ഞിടാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞത് ഞാനും വരുന്നതെന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും വൈകുന്നേരം വേറെ കുറ്റം പറഞ്ഞുകൊണ്ട്.